പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പൈസി എഗ് റൈസ് ആണ്. സ്പൈസി എഗ് റൈസ് എന്ന് ഞാൻ സ്വയം കൊടുത്തങ്ങ് പേരാ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കൂട്ടാനുണ്ടാക്കി മടുക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ തോന്നത്തില്ലല്ലോ. അപ്പം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു 6-7 അല്ലി കൊച്ചുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുകയെന്ന് വെച്ചാൽ അത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് കീറിയെടുക്കണം. പിന്നെ ഒരു 5-6 പീസ് മുളക് എടുക്കണം. ഇവിടെ വറ്റൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് പാണ്ടി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ചരടൻ മുളക് വേണമെങ്കിൽ അതും എടുക്കാം. ഇനിയിപ്പോൾ ചീനിച്ചട്ടി അടുപ്പേ വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് സൺഫ്ലവർ ഓയിലും അങ്ങനെയുള്ള ഓയിലൊന്നും ഒഴിക്കില്ല, അതിനൊരു ടേസ്റ്റ് വരത്തില്ല. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ വറ്റൻമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുളകിപ്പം വറുത്തെടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് വേണേൽ ചെയ്യാനേ. ഇത് നമുക്ക് മാറ്റാം. ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മുറിച്ചെടുത്ത കൊച്ചുള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ചെറിയുള്ളിയും ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വറുത്തെടുത്ത ഉള്ളിയും മുളകും കൂടെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് ചതച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് എടുക്കുന്നുള്ളൂ. ഇതിനി ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും മുളകും കൂടെ നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്തു. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റാണേ. ഞാനിപ്പോൾ ഇത്ര തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടമാനം അങ്ങ് അരയ്ക്കുന്നില്ല, ചെറുതായിട്ട് ചതയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നാടൻ കോഴിയുടെ മുട്ടയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പതിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ മുമ്പേ ഉള്ളിയും മുളകൊക്കെ പൊരിച്ചെടുത്ത ആ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഈ മുട്ട അങ്ങ് ഒഴിച്ചെടുക്കുവാണ്. തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കുക. ഇതിനി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇതിന് നമ്മൾ ചിക്കി പൊരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നത് ചിക്കി പൊരിക്കുക എന്നാണ്. ഇതിനി ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മുമ്പേ തയ്യാറാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുവാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണേ ചെയ്യാനേ. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊരിച്ചെടുത്ത മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇത് വളരെ ടേസ്റ്റുമാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊക്കെ തട്ടിക്കൂട്ടാണ്. നമുക്ക് കൂട്ടാൻ വെക്കാൻ മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ ടേസ്റ്റിന് ഒരു കുറവും ഇല്ലാത്ത ഒരു ഐറ്റം. അപ്പം നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.